സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മേട്ടുപ്പാളയം ടിപ്പു സുൽത്താൻ റോഡിലെ വണ്ടികളൊക്കെ പൊളിക്കുന്ന പൊളി മാർക്കറ്റിലാണ്. പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പൊളി മാർക്കറ്റാണ്. നമ്മൾ സാധാരണ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സെക്ഷൻ സ്റ്റാൻഡിൽ വെറും പാർട്സുകൾ മാത്രം ഊരിക്കൊണ്ട് വെക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വണ്ടികൾ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടികൾ വേണമെങ്കിൽ മൊത്തമായിട്ട് തന്നെ തരും. അതല്ല, വണ്ടികളുടെ ബോഡികൾ, അതുപോലെ തന്നെ വണ്ടിയുടെ പാർട്സ്, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ മോഡൽ വണ്ടിയുടെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ വണ്ടിയുടെയും പാർട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ ഒരുവിധം സുഹൃത്തുക്കളൊക്കെ ഒരു പക്ഷേ മേട്ടുപ്പാളയത്ത് പോയി കണ്ടവരായിരിക്കാം, അതുപോലെ പരിചയമുള്ളവരായിരിക്കാം. പരിചയമില്ലാത്ത ആളുകൾക്ക് കാണാനും പോവാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടില്ല, നിങ്ങൾ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ട് ആവശ്യമുള്ള പാർട്സുകൾ നമ്മൾ ആള് വരുന്നതിനനുസരിച്ച്, കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഊരി കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മോഡലും പഴയ മോഡലും എല്ലാവിധ പാർട്സുകളും അവൈലബിൾ ആണ്. കണ്ടില്ല, കേരള നമ്പർ രജിസ്ട്രേഷനുള്ള വണ്ടികളാണ് അധികം ഇവിടെ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് അധികം ഇവിടെ വന്നിട്ട് പാർട്സുകളും കൊണ്ടുപോകുന്നത്. കേരളത്തിൽ നിന്നാണ് അധികം വണ്ടികൾ ഇവിടെ വരുന്നതും. ഓരോരോ ആളുകൾ പ്രൈവറ്റായിട്ട് അവരുടെ സ്വന്തം വണ്ടികൾ കൊടുത്തിട്ട് വിൽക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ പല പല വകുപ്പുകളിലുള്ള വണ്ടികൾ, ജീപ്പ് അങ്ങനത്തതൊക്കെ മൊത്തത്തിൽ ലേലം ചെയ്തിട്ട് പിടിച്ച് കൊണ്ടുവരുന്നതും ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടി, അതുപോലെ തന്നെ ഫോറസ്റ്റിൽ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടി, അങ്ങനത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡൽഹി മാർക്കറ്റിലാണ്, ഡൽഹിയിലുള്ള ആളുകളാണ് മൊത്തത്തിൽ ലേലം ചെയ്തെടുക്കുന്നത്. ആ ഡൽഹിയിലുള്ള ആളുകൾ എടുത്താലും അത് നേരെ അവർ മറിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മേട്ടുപ്പാളയത്ത്. അങ്ങനെയാണ് അധികം നമ്മളെ ഗവൺമെൻറ് വണ്ടികളൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ. കുറേ ആളുകൾ ഇവിടെ മേട്ടുപ്പാളയത്തുള്ള ആളുകളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകളും ഈ ഓൺലൈനിൽ ലേലം ചെയ്തെടുക്കുന്നതും ഉണ്ട്. നമ്മളെ നാട്ടിൽ കുറേ ആളുകളുണ്ട് വണ്ടി പൊളിക്കാനെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു യാർഡോ പൊളിക്കുന്ന സംവിധാനങ്ങളോ ഇല്ലാത്തവരാണ്. പക്ഷെ അവരൊക്കെ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ സുഹൃത്തുക്കൾ നോക്കിയാൽ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ വാഹനങ്ങൾ ഉയർന്ന വിലയിൽ പൊളിക്കാനെടുക്കുന്നു. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ പരസ്യം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നേരെ കണ്ട് ഓടിച്ചിട്ടും റിക്കവറിക്ക് ട്യൂൺ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം, ഒരു നല്ലൊരു വലിയൊരു മാർക്കറ്റാണ് മേട്ടുപ്പാളയത്തെ പൊളി മാർക്കറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തല മുതൽ ഒരു തല വരെ ഫുള്ളായിട്ട് വണ്ടികളുടെ സ്ക്രാപ്പിങ്ങിൻ്റെ, അതും ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ വണ്ടികൾ തന്നെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കുറേ പൊളിച്ച് പോയ വണ്ടികളുണ്ട്, അതുപോലെ തന്നെ പൊളിക്കാൻ നിൽക്കുന്ന വണ്ടികളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്ന കസ്റ്റമറിന് സാധനങ്ങൾ കൊടുത്തിട്ട് വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ കേരളത്തിലുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള പഴയ പേപ്പർ കാലാവധി കഴിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ, അതുപോലെ തന്നെ കഴിഞ്ഞ വണ്ടികളും നല്ല മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ എല്ലാ കണ്ടീഷനോട് കൂടിയുള്ള വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ റിന്യൂവൽ ചെയ്യാൻ നല്ലൊരു എമൗണ്ട് ഫീസും അതുപോലെ തന്നെ ടാക്സ് ഇരട്ടിയൊക്കെ കൂട്ടിയതുകൊണ്ടുള്ള നല്ലൊരു പ്രയാസത്തിലാണ് ആളുകൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളാണ് പൊളിക്കാൻ വരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിച്ചിട്ടും അതുപോലെ തന്നെ തൂക്കി കൊണ്ടുവരാനായിട്ട് റിക്കവറിയുടെ സർവീസൊക്കെ സുലഭമായിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ കേരള പോലീസിൻ്റെ ഇന്നോവ എണീക്ക് എടുക്കുന്നത്, വണ്ടികൾ ഇടാൻ സ്ഥലമില്ലാതെ മേലെ വണ്ടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കുറച്ചൊരു കാലപ്പഴക്കം ചെന്ന വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഏതൊരാളും നമുക്ക് വിനോദസഞ്ചാരം പോലെങ്കിലും ഒന്ന് സന്ദർശിക്കുകയെങ്കിലും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ മേട്ടുപ്പാളയം ടിപ്പു സുൽത്താൻ മാർക്കറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വണ്ടികളൊക്കെ എനിക്ക് എടുക്കുന്നത് നല്ല കണ്ടീഷനോട് കൂടിയുള്ള വണ്ടികളാണ്. ഇതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളത്. കേടുപാടുകളോ അതുപോലെ തന്നെ കിലോമീറ്ററുകളോ കാര്യമായി ഓടാത്ത ഗവൺമെൻറ്റിൻ്റെ വണ്ടികളൊക്കെ ലേലം ചെയ്തിട്ട് എടുത്തു കൊടുത്തിട്ട് ഇവിടെ പാർട്സ് ആക്കിയിട്ടും അതുപോലെ തന്നെ വണ്ടികളുടെ ബോഡി ആയിട്ട് അങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട് തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അധികം നമ്മൾ ഗവൺമെൻറ് വകുപ്പുകളും പല പല വകുപ്പുകളിലായിട്ട് ഉപയോഗിച്ച താറ്, ജീപ്പ്, അതുപോലെ തന്നെ പഴയ മോഡൽ വാഹനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. വളരെ നിസ്സാരമായ കിലോമീറ്ററുകൾ ഓടിയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ, എൻജിൻ ഭാഗങ്ങൾ എല്ലാം വളരെ കണ്ടീഷനായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരുന്ന സാധനം നല്ല ഗ്യാരണ്ടിയിലും ക്വാളിറ്റിയിലാണ് നമുക്ക് തരിക. എന്തെങ്കിലും പോരായ്കളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ടാണ് അവർ നമുക്ക് തരിക കേട്ടോ.
അപ്പോൾ നമ്മൾ വീഡിയോ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.